ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യമാണ് ഇന്നത്തെ കാതലായ സന്ദേശം. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഈ വചനം കിട്ടാനുള്ള അല്ലെങ്കിൽ ആ വചനം എടുക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മോർണിംഗ് വാക്ക് പ്രഭാത സവാരി കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് അവൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോഴേക്കും പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മുടി വാരിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ചിന്ത ഇതാണ്: ഓരോ 30 ദിവസം തികയും. 30 ദിവസം ആകുമ്പോൾ തന്നെ ഓടും. എനിക്ക് പണ്ട് പോലെ അങ്ങനെ മുടി ഒരുപാട് വളരുന്നത് ഇഷ്ടമല്ല. പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ വളർത്താൻ നോക്കിന് നല്ല അടി വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ ചിട്ട ചില കാര്യങ്ങളൊക്കെ മാതാപിതാക്കളുടെ ചിട്ട ഉണ്ടായിരുന്നു. അപ്പോൾ കോപ്രാഞ്ചൊന്നും കാണിച്ച് നടക്കാൻ സമ്മതിക്കത്തില്ല. ഇന്ന് പിള്ളേർ അടക്കുന്ന ഓരോ രീതികൾ കണ്ട ഞെട്ടിപ്പോവും. അതൊക്കെ പോട്ടെ വിഷയം. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ബോധ്യം. ഇതാണ്: നിനക്ക് ഓരോ മാസവും 30 ദിവസം ആകാൻ വേണ്ടി നീ കാത്തിരിക്കും ഓടിപ്പോയി മുടി വെട്ടി ഡ്രസ്സ് ചെയ്യിക്കാൻ. അതുപോലെ തന്നെ വാരി വെക്കാനുള്ള മുടി ഉണ്ടല്ലോ, ഇതേ പ്രായക്കാർ തന്നെ നമുക്കറിയാവുന്ന എത്രയോ പേര് ഇന്ന് തലയിൽ മുടിയില്ല, വെപ്പുമുടി വെച്ചവരെയും അതിനുവേണ്ടി ചികിത്സകൾക്ക് പോയവരെയും. ഒരഹങ്കാരം പറയാൻ വേണ്ടിയല്ല, നിന്റെ തലയിലെ ഓരോ മുടി ഇഴയും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ഓർത്തോ, ദൈവം ഇങ്ങനെ നമ്മുടെ മുടിയും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ തലയിലെ മുടി വരെ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും എണ്ണി അറിഞ്ഞ് വേണ്ടത് ചെയ്യാൻ സൃഷ്ടാവായ ദൈവത്തിന് സാധിക്കുമെന്ന് നമ്മളിൽ എത്ര പേരാ വിശ്വസിക്കുന്നത്? എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പോയിട്ട് വിഗ് പിടിപ്പിച്ചു. എന്നാലും പലരും നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ ഈ മുടിയെല്ലാം മുമ്പിൽ പോയിട്ട് വിഗ് പിടിപ്പിച്ചത്. എന്നാലും അദ്ദേഹത്തിന് ഒത്തിരി നാൾ ഭയങ്കര കോംപ്ലക്സ് ആണ്, ഒരു വിഷമമാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് തലയിൽ ഇങ്ങനെ അറിയാതെ തൊടേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു കട്ടിയുള്ള ഇത് വെച്ചിരിക്കുന്ന പോലെ. ഇന്ന് മുടി പിടിപ്പിക്കുന്ന, മുടി മുളപ്പിക്കുന്ന, മുടി വെച്ച് പിടിപ്പിക്കുന്ന ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം മുടിയെക്കുറിച്ചുള്ള വർണ്ണനയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം ഇതാ: ഓരോ മുടിയിടയും ഓരോ ഇടയും എണ്ണപ്പെട്ടിരിക്കുന്നു. ഓരോന്നും എണ്ണാൻ എന്ത് പാടാ. അതുപോലെ നമുക്ക് എണ്ണാൻ പാടുള്ള കാര്യങ്ങൾ വരെ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവമാണ്. ഈ ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടോ? നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്താ ഉള്ളത് എന്ന് പറഞ്ഞ് പരാതി പറയുന്നവരോട് ഇതാ: തലയിലെ മുടിയെങ്കിലും പാകത്തിനുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയും. ഞാൻ ഓർക്കണം, എൻ്റെ അപ്പച്ചൻ 54 വയസ്സ് തികയുന്നതിന് തൊട്ട് മുമ്പ്, ഒരു മാസം മുമ്പാണ് അപ്പച്ചൻ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുകയും വിൽപ്പത്രം എഴുതി വെക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ, മരണത്തെക്കുറിച്ച് ഭയങ്കര ഉൾക്കാഴ്ചയായിരുന്നു. തലേദിവസത്തെ പ്രസംഗം പോലും മരണത്തെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആത്മഹത്യ ചെയ്തതല്ല, ഒരു അപകടത്തിലാണ് അപ്പനും അമ്മയും കൂടെ പോകുമ്പോൾ അപ്പച്ചൻ എടുക്കപ്പെട്ടത്. ആരും എങ്ങനെ വേണമല്ലോ, കഞ്ഞി ഓടിച്ചിട്ടിരിക്കുമ്പോൾ മറിഞ്ഞു വീണ് മരിക്കുന്ന എത്രയോ പേരുണ്ട്. കുരുമുളക് പറിക്കാൻ കയറിയിട്ട് കാലേഞ്ഞ് വീണിട്ട് തലടിച്ച് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ, വീട്ടിൽ സുഖമായിട്ട് കിടന്നിറങ്ങുമ്പോൾ പ്രഭാതം കാണാതെ പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ നല്ല മരണവും ചീത്ത മരണവും എന്നൊക്കെ പറയും. മരണം എങ്ങനെ വേണമെങ്കിലും, നല്ലതായാലും ചീത്തയായാലും മരണം കള്ളനെ പോലെ കടന്നു വരും. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാതം തന്നതിന് നീ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്റെ തലയിലെ മുടിനാരിഴ നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എത്രണ്ണം പൊഴിഞ്ഞു പോകുന്നുണ്ടാകാം, പോകാതിരിക്കാം, പുതിയത് വരുന്നുണ്ടാകാം. ഇതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ദൈവം അനുസൂതം നിയന്ത്രിക്കുകയാണ്. ഇച്ചിരി കടങ്ങൾ, ഇച്ചിരി വിഷമങ്ങൾ, ഇച്ചിരി രോഗങ്ങളൊക്കെ ഇല്ലാത്ത ആരാ ഉള്ളത്? അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. പ്രാർത്ഥന പോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വ്യായാമം. വേറെ വ്യായാമത്തിൻ്റെ ക്ലാസ് എടുക്കുകയല്ല, പല രോഗങ്ങളും മാറി നിൽക്കും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. ഒരമണിക്കൂർ ഈ ചുരുണ്ടുകൂടി ഉറങ്ങാൻ പറ്റുമോ? രോഗം പ്രയാസം ഉറങ്ങാനായിട്ട് പറ്റത്തില്ല. ഇതെല്ലാം വരുതിയിൽ നിർത്താൻ ഒരമണിക്കൂർ നല്ല രീതിയിൽ കൈവീശി വേർക്കുന്ന രീതിയിൽ നടക്കുകയോ, അല്ല എങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു ജിമ്മിൽ പോവുകയോ, വീട്ടിൽ തന്നെയൊക്കെ മുടങ്ങാതെ വ്യായാമം ചെയ്യാൻ. വെറുതെ ഈ ഗുളിക വാരി തിന്നണതിന് വല്ല അന്തം ഉണ്ടാകും. ചിലർക്ക് മഞ്ഞ ഗുളിക, പച്ച ഗുളിക, നീല ഗുളിക എന്നും പറഞ്ഞ് എണ്ണം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മരുന്ന് പലതും ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ട്. നമ്മൾ ദൈവത്തോട് അയ്യോ എന്തൊരു പ്രഷറാ, എന്നെ കൊണ്ടേ പോകുള്ളൂ എന്ന് പറയും. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും. ധാരാളം ശുദ്ധജലം കുടിക്കുക. എല്ലാത്തിനും ദൈവത്തിനെയും പ്രാർത്ഥനേനെയും തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോർമലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ, നമ്മൾ അവഗണിച്ച് കളയുന്ന കാര്യങ്ങൾ. 1.5-2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം നല്ലോണം കുടിച്ചാൽ തന്നെ പകുതി രോഗങ്ങൾ മാറും. കാരണം നമ്മുടെ ഈ
ഭൂമി വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലും ആവശ്യമുള്ളത് ജലമാണ്, ധാരാളം ജലമാണ്. ഇത് ചത്ത് മണ്ണടിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇച്ചിരി പൊടിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ജലാംശങ്ങളാണ്. ഇതുപോലെ തന്നെ നമുക്ക് ജലം ധാരാളം ആവശ്യമാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു കുടിച്ച വെള്ളം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നല്ലോണം ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റും, ദൈവത്തിന് നന്ദി പറയുക. കാരണം ശ്വാസം ഉണ്ടായിട്ടും ശ്വസിക്കാൻ പറ്റാത്ത എന്തോരം ആൾക്കാർ ലോകത്തുണ്ടെന്ന് അറിയാമോ? കൃത്രിമമായിട്ടും മരുന്നിൻ്റെ സഹായത്തോടെ മാത്രം ജീവിക്കുന്ന എത്രയോ മനുഷ്യരുള്ളപ്പോൾ ഓരോ കാര്യവും നമ്മുടെ ശരീരത്തിൽ എടുത്താൽ നമുക്ക് നന്ദി ഒന്ന് വേർക്കാത്ത മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അമിത വേർപ്പ്. കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ചെയ്താ, ആ പയ്യൻ പറഞ്ഞ് നല്ല പെരുമഴയത്താണ്, പക്ഷെ വേർത്ത് കുളിച്ച് മഞ്ഞായാലും മഴയായാലും വെയിലായാലും ഇങ്ങനെ വേർപ്പ് രോഗം. ഇങ്ങനെയുള്ള എത്രയോ മനുഷ്യരുണ്ടെന്ന് അറിയാമോ? അപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞ് തീരാത്ത, സങ്കീർത്തനം 127:2 പറയുന്നുണ്ട്, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടുന്ന് പ്രദാനം ചെയ്യും. ഇന്ന് രാവിലെ തന്നെ നടക്കാനായിട്ട് പോകുമ്പോൾ ഒരു ഫോൺ വന്നു. ഒരു ചേട്ടനാണ് പറഞ്ഞത്, ബ്രദറെ ഞാൻ കോട്ടയത്ത് നിന്നാണ്, യൂട്യൂബിലൂടെ ബ്രദർ പറഞ്ഞ 10 മിനിറ്റുള്ള ആ പ്രാർത്ഥന എഴുതിയെടുത്ത് ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി ആവുന്നുമില്ല, ഈ ചെറിയ പ്രാർത്ഥന 2 ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടാതെ അടഞ്ഞു കിടന്ന പൈസയുടെ വഴികളൊക്കെ തെളിഞ്ഞ് എനിക്ക് പൈസ കിട്ടി. ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഇന്നലെ ഒരു അമ്മച്ചി ജോളിയോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച കാര്യമൊക്കെ നടന്നിട്ടാ, നന്ദി പറയാൻ വിളിച്ചതാണ്. അപ്പോൾ അവരോട് ചിലരോടൊക്കെ പറയും, യൂട്യൂബിൽ തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തെക്കാളും പോസ്റ്റിനേക്കാളും ഒത്തിരി ആൾക്കാരെ സ്പർശിക്കാൻ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വഴി. ലേവ്യർ 5:1 പറയുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്താതിരിക്കുന്നത് പാപമാണ്. ഈ ജീവിതം മുഴുവൻ നമുക്ക് സാക്ഷ്യമാണ്. കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുപറയുക, ദൈവത്തിന് നന്ദി പറയാമെന്ന് തീരുമാനിക്കുക. ഒന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന്, കൈയും കാലും വീശി നടക്കാൻ പറ്റുന്നതിന്, ജനിച്ചിട്ട് കിടപ്പിൽ കിടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്, അന്ന് മുതലും അപകടം പറ്റിയൊക്കെ. അങ്ങനെ ഓരോ ദിവസവും ദൈവം നമ്മളെ കൈവെള്ളയിൽ കൺമണി പോലെ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സ്തുതി നന്ദി പറയുമ്പോൾ ഈ മുഖം ഇങ്ങനെ വിടരും, നല്ല പ്രകാശം കിട്ടും, നല്ല സന്തോഷം. എന്നോട് ചേട്ടൊക്കെ ചോദിക്കും, ബ്രദറെ ഇങ്ങനെ ഇത്ര സന്തോഷത്തോടെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നല്ല മോട്ടിവേഷനാണ്, നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. ഞാൻ സ്വയം പുകഴ്ത്തി പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല, നിങ്ങളിൽ പലരും പറയുന്ന കാര്യമാണ്. നല്ല സന്തോഷത്തോടെ പറഞ്ഞു തരുന്നത് കൊണ്ട് ഞങ്ങൾ ദുഃഖത്തിലും വിഷമത്തിലും ഇരുന്ന് അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അത് വചനമാണ്, അതും ഒരു വചനമാണ്. 1 തെസ്സലോനിക്കർ 5:16 പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും പിശാച് ഓടിപ്പോകും, നിന്റെ അടുത്ത് പോലും വരാൻ പറ്റൂല. കാരണം അവൻ ദൈവത്തിൻ്റെ ആളാണെന്ന് പിശാചിന് തിരിച്ചറിയാനുള്ള അടയാളമാണ് പ്രതികൂലങ്ങളിൽ പോലും സന്തോഷത്തോടെ ഇരിക്കുക. അതായത് ദൈവം എൻ്റെ ഉടമസ്ഥനാണ്, നിനക്കും ഒരു അധികാരവുമില്ല, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതാണ് സന്തോഷത്തോടെ ഇരിക്കുന്നതിൻ്റെ എന്നതിൻ്റെ ആ ഒരു മുദ്ര, സിഗ്നൽ അല്ലേ. പച്ച ലൈറ്റ് എത്തുമ്പോൾ നമുക്കറിയാം വണ്ടി പോകാനുള്ള ഒരു അടയാളമാണ്. ചുവപ്പ് ലൈറ്റ് എത്തുമ്പോൾ നമ്മൾ പറയും ഇപ്പം എടുത്താൽ അപകടം സംഭവിക്കും. അത് തെറ്റിച്ച് ആരെങ്കിലും എടുത്താൽ ക്രോസിൽ വന്ന് ഇടിച്ച് ചെതറിയൊക്കെ പോകുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. ഒന്ന് പോയി കളയാമെന്ന് വിചാരിച്ച്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. സന്തോഷത്തോടെ ഇരിക്കുന്നവരെ കണ്ടാൽ പിശാചിന് അലർജിയാണ്. എങ്ങനെ പറയും, നീ ഭയപ്പെടാൻ തയ്യാറായാൽ നിന്നെ പേടിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടോ. നീ പേടിക്കാൻ തയ്യാറില്ലെങ്കിൽ ഇതാ പിശാച് അല്ലെങ്കിൽ പേടിപ്പിക്കാൻ വന്നവർ തന്നെ ഓടി ഒളിച്ചുകൊള്ളും. അതുകൊണ്ട് ഒന്നും കണ്ട് നമ്മൾ പേടിക്കണ്ട. മത്തായി 10:30 തന്നെ കടന്നു വരികയാണ്. ഭയപ്പെടേണ്ടെന്ന് നമ്മളോട് വചനം പറയാം. നിങ്ങളുടെ തലയിലെ ഓരോ മുടിനാരിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. 30 ദിവസം കഴിയുമ്പോൾ ഓടും ബാർബർ ഷോപ്പിലോട്ട് അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചോ, ഇതുപോലെ വെട്ടിക്കളയാൻ വേണ്ടി തന്നെ തമ്പുരാനുണ്ട്. ജനിച്ചിട്ട് തലയിൽ മുടിയേ ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്തോ, ഈ മുടി പോലും ദൈവത്തിൻ്റെ ദാനമാണ്. അവർ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരാണെന്നല്ല, ഓരോരുത്തരെ കുറിച്ച് ഓരോ സ്ട്രക്ചർ, ഓരോ പദ്ധതി ദൈവത്തിനുണ്ട്. എപ്പോഴും 1000 കോടി കാര്യങ്ങൾ ഓർത്ത് ദൈവമേ നന്ദി അങ്ങനെ ഒന്ന് പരിശീലിക്ക്. എപ്പോഴും രാവും പകലും മനസ്സിലെങ്കിലും ദൈവമേ നന്ദി ഇങ്ങനെ നടക്കാൻ കൃപ തന്നതിന്, കേൾക്കാൻ കൃപ തന്നതിന്. ഇത് കേൾക്കാൻ സാധിക്കുന്ന ഒരു നല്ല കാര്യം കേൾക്കാൻ സാധിക്കാന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഹൃദയം തുറന്നു കൊടുക്കാമെന്ന് അർത്ഥം. അത് തന്നെ ഒരു അഭിഷേകമാണ്. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാം. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് കരുതലുണ്ടെന്ന് നമുക്ക് ഓർക്കാം. മത്തായി 10:30 വചനം ഈ ആഴ്ചയിൽ സാധിക്കുന്നത്ര തവണ പറഞ്ഞും എഴുതിയൊക്കെ, എഴുതാൻ പറ്റുന്നവർ എഴുതിക്കോ, ആവർത്തിച്ച് പറഞ്ഞ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒത്തിരി സ്നേഹത്തോടെ സെയിൻറ്റ് മേരീസ് പ്രേയർ മിഷനിൽ ബ്രദർ ഷൈജു ആദപ്പള്ളി. നിങ്ങളുടെ കമൻറ്റ്, ഷെയർ, ലൈക്ക്, നിങ്ങളുടെ സാക്ഷ്യങ്ങളും കൂടെ ഒക്കെ പോസ്റ്റ് ചെയ്യുക. സാക്ഷ്യപ്പെടുത്താൻ ദൈവം ഇടയാക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.